ബോസ് ഹൗസിൽ ഇന്നലെ നടന്ന ആ ബോട്ടിൽ ടാസ്കിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത വ്യക്തികൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയത് അനീഷും ആര്യനും അക്ബറും പിന്നെ ജിഷിനുമായിരുന്നു. അതായത് ആ ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ള ഇത്രയും പേർക്ക് മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞത് ബിഗ് ബോസ് പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടുന്ന ഒരു വ്യക്തി നോമിനേഷൻ ഫ്രീ ആവുമെന്ന്. ഇത് കേട്ടപ്പോൾ തന്നെ ആദില നൂറയുടെയൊക്കെ മനസ്സിൽ ആ നോമിനേഷൻ ഫ്രീ ആരുടെയും കയ്യിലെത്തരുത് എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു എനിക്ക് അനുവിൻ്റെ കാര്യത്തിലും തോന്നിയിട്ടുള്ളത്. പിന്നെ ജിഷിൻ അവിടെ കളിച്ചെങ്കിലും കുറച്ച് സോഫ്റ്റായിട്ട് നിന്നത് ഒരു ക്യാപ്റ്റൻസി ലക്ഷ്യം വെച്ച് കണ്ടുകൊണ്ടായിരിക്കും, അത് അയാളുടെ ഗെയിമായിട്ട് കാണാം. പക്ഷേ അനുമോളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം അതെല്ലാം റിജക്റ്റ് ചെയ്തത് നമുക്ക് സമ്മതിക്കാം, കാരണം കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യത്തിൽ വളരെയധികം മിസ്റ്റേക്ക് കുറച്ചായിരുന്നു അനീഷിൻ്റെ ടീം പ്രത്യേകിച്ച് കൊണ്ടുവന്നത്. പിന്നെ ബോട്ടിൽ ചളങ്ങിയതിൻ്റെ കാര്യമെന്ന് പറയുന്നത് എല്ലാവരും തട്ടിപ്പറിച്ചപ്പോൾ ബോട്ടിൽ ചളങ്ങി, അതൊരു കാരണമായിട്ട് എടുക്കണ്ടായിരുന്നു. അത് ഒരു ഓഫീസർ അവിടെ കൊണ്ടുവരുന്ന കാര്യത്തിൽ അത് പിന്നെ അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഈ ടാസ്ക് മുന്നോട്ട് പോകണമെങ്കിൽ അടുത്തൊരു ഘട്ടം കിടക്കുകയാണ്. അതായത് ഇവർക്ക് ഈ ഓഫീസേഴ്സ് ഇത് അലോ ചെയ്തതിന് ശേഷം ഓണേഴ്സ് കമ്പനിക്ക് വർക്ക് ചെയ്ത ആൾക്കാർക്ക് വേണ്ടി പൈസ വിതരണം ചെയ്യണമെന്നൊരു റൗണ്ട് അടുത്തതായി കിടക്കണം. അപ്പോൾ ഇവർ എല്ലാം റിജക്റ്റ് ചെയ്ത് കളഞ്ഞാൽ നെക്സ്റ്റ് റൗണ്ടിലോട്ട് ഇത് പോകത്തില്ല. അങ്ങനെ പോയാൽ മാത്രമേ ഈ ഗെയിം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് പ്രേക്ഷകർക്കും കണ്ടാൽ മനസ്സിലാക്കും. ഇത് ആദ്യം തന്നെ എല്ലാം റിജക്റ്റ് ചെയ്യണമെന്നൊരു മോഡിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെയായിരുന്നു അത് റിജക്റ്റ് ചെയ്ത് കളഞ്ഞത്. ആ കളി മുന്നോട്ട് പോകാൻ അനുവിന് താല്പര്യമില്ലാത്തതാണ് എനിക്ക് തോന്നിയത്. കാരണം എന്തെങ്കിലുമൊക്കെ കൊടുത്താലല്ലേ നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല ആര്യൻ ഇന്നലെ നല്ല സൂപ്പറായിട്ട് പെർഫോം ചെയ്ത് എപ്പോഴേക്കും നല്ല ഫിസിക്കൽ ടാസ്ക് അല്ലെങ്കിൽ തന്നെ ആര്യൻ എല്ലാ ടാസ്ക് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇന്നലെ ബിഗ് ബോസ് ആ ബോട്ടിൽ എടുക്കാൻ പറയുന്ന സമയത്തെല്ലാം ആദ്യം ഓടി ആ ബോട്ടിലിനടുത്ത് എത്തിയ വ്യക്തി ആര്യനായിരുന്നു. മാത്രമല്ല എപ്പിസോഡിൽ കാണിക്കാത്തത് ഒരെണ്ണം ഉണ്ടായിരുന്നു, ലൈവിൽ കണ്ടതായിരുന്നു. ആദ്യം ഈ ബോട്ടിലിൻ്റെ ആദ്യ സമയത്ത് സൈറം മുഴങ്ങുമ്പോൾ ആര്യൻ ഓടി ചെന്ന് ഈ ചാക്കോട് കൂടി എടുക്കുകയും പിന്നെ എല്ലാവർക്കും ഞാൻ വീതം ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ഓരോരുത്തർക്കായിട്ട് ബോട്ടിൽ വിതരണം ചെയ്ത് ക്യൂവിനൊക്കെ നിർത്തി കൊടുത്തോണ്ടിരുന്നു. അപ്പോൾ ബിഗ് ബോസ് വിളിച്ചിറങ്ങി, ഇങ്ങനെയല്ല ഈ ഗെയിം കളിക്കേണ്ട. ബിഗ് ബോസിൻ്റെ കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഓടി ചെന്ന് പിടിച്ച അടിയൊക്കെ വേണ്ട ബിഗ് ബോസിന് വേണ്ടത്. പക്ഷേ ഇവരിങ്ങനെ സിമ്പിളായിട്ട് ഗെയിം കളിച്ചത് ശരിയാവത്തില്ലെന്ന് മനസ്സിലായി ബിഗ് ബോസ് ഉടനെ വിളിച്ചിറങ്ങി ഇങ്ങനെയല്ല ഗെയിം കളിക്കേണ്ടതെന്ന്. സോ അതിന് ശേഷമാണ് വീണ്ടും എല്ലാവരും ഓടിച്ചെന്ന് അടിച്ച് പിടിച്ച് ആ ഗെയിമിന് വേണ്ടി എടുത്തത്. മാത്രമല്ല അനീഷിനുമായിട്ടായിരുന്നു ആര്യൻ ഒരു ഡീല് വെച്ചത്. ആ ഡീലിൽ ആര്യൻ അവസാനം വരെ നിൽക്കുകയും അനീഷിന് നല്ല കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഒനീലിൻ്റെ ആ ചീപ്പ് ഗെയിമൊക്കെ ഇന്നലെ ആര്യൻ നല്ല രീതിയിൽ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അതായത് ഒനീലിനൊക്കെ ബോട്ടിലൊന്നും എടുക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഒനീലിലൊക്കെ ലക്ഷ്യം വെച്ചിരുന്നത് തന്നെ ഈ നോമിനേഷൻ ഫ്രീ എന്ന് പറയുന്നത് ആർക്കും കിട്ടാൻ പാടില്ല. ആദില, നൂറ, ഒനീൽ, അഭിലാഷ് ഇവരുടെയൊക്കെ പ്രധാന ലക്ഷ്യം ടാസ്ക് മുന്നോട്ട് പോവാതെ റദ്ദായി പോവുകയും നോമിനേഷൻ ഫ്രീ ആർക്കും കിട്ടരുത് എന്നായിരുന്നു. അപ്പോൾ നൂറയ്ക്ക് കഴിഞ്ഞ കളിയിൽ കളിച്ച് ജയിച്ച് നോമിനേഷൻ ഫ്രീ കിട്ടിയപ്പോൾ അത് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇനി ആർക്കും അങ്ങനെ ഒരു രീതി കിട്ടണ്ട എന്നുള്ള രീതിയിലായിരുന്നു ആദില നൂറയുടേത്. അതായത് ആദില നൂറെ നല്ല രീതിയിൽ അനീഷിനെ വെറുപ്പിക്കുന്നുണ്ടായിരുന്നു. നല്ല അനീഷിന് നല്ല കട്ട സപ്പോർട്ടായിട്ട് ഇന്നലെ ആരും കൂടെ നിന്നിരുന്നു. മാത്രമല്ല ഒനീലുമായിട്ടുള്ള ഒരു ഫൈറ്റ് സീനൊക്കെ നല്ല സൂപ്പറായിട്ട് ആരും പിടിച്ച് നിന്നിരുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ കുപ്പി ഒന്ന് പിടിച്ചു വയ്ക്കാനൊക്കെ പറഞ്ഞ സീനൊക്കെ നല്ല സൂപ്പറായിരുന്നു കാണാൻ. മാത്രമല്ല എതിർ ടീമിൽ നോക്കിയാൽ അക്ബറിനും ആ ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഈ ടാസ്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കിയത് അക്ബറും ആര്യനുമാണ്. ഇവർ രണ്ടുപേരും പറയുന്നുണ്ട് നിങ്ങൾ എന്തേ ഈ കളി മുന്നോട്ട് ചിന്തിക്കാത്തത്, ഇത് പണിപ്പുരയ്ക്ക് വേണ്ടി കൂടി ഉള്ള ഒരു ടാസ്ക്കാണ്. അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന കോയിൻ കൊണ്ടായിരിക്കും ഇവർക്ക് അടുത്ത ലക്ഷറി വാങ്ങാൻ വേണ്ടി പണിപ്പുരയിൽ പോകേണ്ടത്. ഇതൊക്കെ ആരും ചിന്തിക്കുന്നൊന്നുമില്ല. അത് ആര്യനും അക്ബറും പറയുന്നത്. ഇവരുടെ എല്ലാവരെയും പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമുക്ക് കോയിൻ കിട്ടരുതെന്നാണ്. അവർക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കിട്ടരുതെന്ന് വെച്ചിട്ടാണ് ഇവർ ഗെയിം കളിക്കുന്നത്. അതേതായത് സത്യം തന്നെയായിരുന്നു. പിന്നെ അനുവാണെങ്കിൽ ആദ്യം തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നു കൊണ്ടുവരുന്ന എല്ലാം റിജക്റ്റ് ചെയ്യണമെന്ന്. ആ കൂട്ടത്തിൽ ജിഷിന് മാത്രം ഒരു ഇത്തിരി പറഞ്ഞെങ്കിൽ ജിഷിന് അത് ക്യാപ്റ്റൻസി ലക്ഷ്യം വെച്ചായിരുന്നുവെങ്കിലും ഇവർ തമ്മിൽ ഇങ്ങനെ ഈ കളി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു അടുത്ത റൗണ്ടിലേക്ക് പോകണം. ഈ കോയിൻസ് ഇവർക്ക് ഓണേഴ്സിന് കൊടുക്കണ്ടേ, ആ ഓണേഴ്സ് മറ്റുള്ളവർക്ക് കൊടുത്താലേ അടുത്ത റൗണ്ട് ആവത്തുള്ളൂ. സോ ഇവർ എല്ലാ കളിയും ഇതുപോലെ ആയാണ് ബിഗ് ബോസ് നൽകുന്ന ഒരു കളിയും കംപ്ലീറ്റ് ആവാതെ റദ്ദായി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ പിന്നെ ഒരുപാട് നേരം ഇന്നലെ ഈ ലൈവിൽ ഒരുപാട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടി ഇടിയൊക്കെ ഇരുന്ന് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇനി എന്തായിരിക്കും വരുമ്പോൾ നമുക്ക് കണ്ടറിയാം.